എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അങ്ങനെ ഒളിച്ചോടി പോയ അഖിൽ അണ്ണാണ്ടിയുടെ ഭാര്യയായിട്ടുള്ള മേഘ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. എങ്ങോട്ട്? വേറെ എങ്ങോട്ടല്ല, സ്വന്തം അച്ഛന്റെ വീട്ടിലേക്ക്. മാധ്യമേ, നമ്മളെ മോള് വിചാരിച്ച പോലെയൊന്നല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. അവള് ഞാൻ വിചാരിച്ച പോലെയൊന്നല്ല. നമുക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുമല്ലോ. വാ കേട്ടോക്കാം. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്. How many mummies and daddies do you have? I want the complete list before sunrise. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാരോടും പറയുന്നുണ്ട്. അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് ആ മസാല ദോശ എന്തോ ചെയ്തു. പറഞ്ഞ അവിടെ അഖിലിന്റെ അച്ഛനാണ് പ്രശ്നക്കാരൻ എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. സാധാരണ ഒരു ടിപ്പിക്കൽ മല്ലു ഫാമിലിയിൽ നേരെ തിരിച്ചാണ് കണ്ടുവരാറുള്ളത്. അമ്മായിയും മരുമക്കളും തമ്മിലാണ് സ്വതവേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പള്ളം വെറുതെ വിടരുത് കേട്ടോ. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അച്ഛനും മരുമക്കളും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് സ്വതവേ കുറവാണ്. പക്ഷെ ഇവിടെ അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയി അമ്മായച്ചനുമായിട്ടാണ് മേഘക്ക് പ്രശ്നം എന്ന് പറയുന്നത്. നീ ഇപ്പൊ എന്തൊരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടർ വഴിയില്ലേ? നിന്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ആ വഴിക്ക് പോയിക്കോ. ഇങ്ങനെ അഖിലിന്റെ അച്ഛനുമായി ഒത്തുപോകാൻ മേഘക്ക് പറ്റുന്നില്ല എങ്കിൽ അവിടെ ചെയ്യുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് കുടുംബക്കാരെ വിളിച്ചു കൂട്ടി ഒരു ചർച്ച നടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് കുടുംബക്കാരുടെ മധ്യസ്ഥതയിൽ നല്ലൊരു തീരുമാനം എടുക്കുക. മോനെ, പോലീസുകാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അച്ചപ്പവും മുറുക്കുമായിട്ട് അങ്ങോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചാലോ? ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ബെസ്റ്റ് ഫാമിലി. പോകാറായില്ലേ? ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.